നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസ് സേപരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ എസ്സേകളാണ്. പരീക്ഷയ്ക്ക് വരുമെന്ന് 100% ഉറപ്പുള്ള എസ്സേകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരീക്ഷ നടക്കാൻ പോകുന്ന +2 തുല്യതക്കാർക്കും ഈ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അവർക്കും അവരുടെ പൊളിറ്റിക്കൽ സയൻസിൽ +2 പൊളിറ്റിക്കൽ സയൻസിൽ ഈ വക ചോദ്യങ്ങൾ തന്നെയാണ് എസ്സേ ആയിട്ട് വരുന്നത്. 3 ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എസ്സേ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ ചോദ്യം ഇന്ന് പറയും. ചാപ്റ്റർ 11 നിന്ന് ദ്വിധ്രുവ ക്രമത്തിൻ്റെ അന്ത്യം, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണവും ആ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതൊരു എസ്സേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യം. നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഉറപ്പാണ്. അപ്പോൾ 2 രീതിയിൽ ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ, കോസസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്, ആഫ്റ്റർ എഫക്റ്റും ചോദിക്കാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിലും സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ എഴുതാം. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചോദ്യത്തെ ഹെഡിങ് ആക്കി എഴുതേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങളും പ്രത്യാഘാതങ്ങളും വിവരിക്കുക എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യ നമ്പർ കൊടുത്ത് ഈ ഒരു കാര്യം ഹെഡിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നവയാണെന്ന് പറഞ്ഞ് നമ്മൾ ആ കാരണങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. പ്രധാനമായും 4 കാരണങ്ങളാണ്, 4 മാറ്റേഴ്സ് ആണ് ഈ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണവുമായി ബന്ധപ്പെട്ടുള്ളത്. അതിലൊന്നാമത്തേത് രാഷ്ട്രീയ കാരണങ്ങളാണ്, രണ്ടാമത്തേത് സാമ്പത്തിക കാരണങ്ങളാണ്, മൂന്നാമത്തേത് ദേശീയതയുടെ വളർച്ചയാണ്, നാലാമത്തേത് ഗോർബച്ചേവും പരിഷ്കാരങ്ങളുമാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് അല്ലെങ്കിൽ അതിൻ്റെ ശിഥിലീകരണം നടന്നത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ഈ ഓരോ പോയിന്റുകളെയും താഴെ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ്ങിന് ശേഷം പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാരണങ്ങൾ ഇതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഒന്ന് രാഷ്ട്രീയ കാരണങ്ങൾ, രണ്ടാമത്തേത് സാമ്പത്തിക കാരണങ്ങൾ, മൂന്നാമത്തേത് ദേശീയതയുടെ വളർച്ച, നാലാമത്തേത് ഗോർബച്ചേവും പരിഷ്കാരങ്ങളും. ഓക്കെ, അതിനുശേഷം ആ ഒന്നാമത്തെ പോയിന്റ് താഴെ സബ് ഹെഡിങ് കൊടുക്കുന്നു, സൈഡ് ഹെഡിങ് കൊടുക്കുന്നു, രാഷ്ട്രീയ കാരണങ്ങൾ. എന്നിട്ട് അതിൽ താഴെ എക്സ്പ്ലെയിൻ ചെയ്യാണ് നിരുത്തരവാദപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി, സർവ്വ മേഖലകളിലും അഴിമതി കളിയാടി, സുതാര്യ ഭരണത്തിന് പാർട്ടി നേതൃത്വം അനുവദിച്ചില്ല, ഭരണം മുഴുവൻ കേന്ദ്രീകരിച്ചു, ജനാധിപത്യത്തിന്റെ അഭാവവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധിക്കലും ജനങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി, ഭരണം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ കൈകളിലായി, ഇത് ജനജീവിതം ദുസ്സഹമാക്കി, തന്മൂലം ഗവൺമെന്റിലുള്ള ജനപിന്തുണ കുറഞ്ഞു വന്നു. ഇതാണ് ഈ സോവിയറ്റ് യൂണിയൻ ശിഥിലീകരണം ഉണ്ടാവാനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നിരുത്തരവാദപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി, സർവ്വമേഖലകളിലും അഴിമതി കളിയാടി അല്ലെങ്കിൽ അഴിമതി ഉണ്ടായി, സുതാര്യ ഭരണത്തിന് പാർട്ടി നേതൃത്വം അനുവദിച്ചില്ല, ഭരണം മുഴുവൻ കേന്ദ്രീകരിച്ചു, ജനാധിപത്യത്തിൻ്റെ അഭാവവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധിക്കലും ജനങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി, ഭരണം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ കൈകളിലായി, ഇത് ജനജീവിതം ദുസ്സഹമാക്കി, തന്മൂലം ഗവൺമെന്റിലുള്ള ജനപിന്തുണ കുറഞ്ഞു വന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പോയിന്റിൽ എഴുതി വെക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് സൈഡ് ഹെഡിങ് കൊടുക്കുക, സാമ്പത്തിക കാരണങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതുക. സാമ്പത്തിക രംഗത്തുണ്ടായ മുരടിപ്പ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ചു, പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു, ഇത് ഉപഭോഗ വസ്തുക്കളെല്ലാം ക്ഷാമമുണ്ടാക്കി അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടാക്കി, സമ്പത്ത് ഭൂരിഭാഗവും വികസന ആവശ്യത്തിന് പകരം അണ്വായുധ നിർമ്മാണത്തിനും സൈനിക സന്നാഹങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രചരണത്തിനും വേണ്ടി ചെലവാക്കി, തങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ വികസനത്തിനായും
സമ്പത്ത് ചെലവാക്കി. ഇതെല്ലാം താങ്ങാനുള്ള കഴിവ് സോവിയറ്റ് സംവിധാനത്തിന് ഉണ്ടായിരുന്നില്ല. സാധാരണ പൗരന്മാർ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിൽ ആകൃഷ്ടരായി. ഓക്കെ, അപ്പോൾ സാമ്പത്തിക കാരണങ്ങൾ, സോവിയറ്റ് യൂണിയൻ നശിക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാമ്പത്തിക കാരണങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? സാമ്പത്തിക രംഗത്തുണ്ടായ മുരടിപ്പ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലേക്ക് നയിച്ചു. പൗരന്മാർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇത് ഉപഭോഗ വസ്തുക്കൾക്ക് കുറവുണ്ടാക്കി, ക്ഷാമമുണ്ടാക്കി. ഉപഭോഗ വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന വസ്തുക്കൾ. സമ്പത്ത് ഭൂരിഭാഗവും വികസന ആവശ്യത്തിന് പകരം അണ്വായുധ നിർമ്മാണത്തിനും സൈനിക സന്നാഹങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾക്കും വേണ്ടി ചെലവാക്കി. തങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ വികസനത്തിനായും സമ്പത്ത് ചെലവാക്കി. ഇതെല്ലാം താങ്ങാനുള്ള കഴിവ് സോവിയറ്റ് സംവിധാനത്തിന് ഉണ്ടായിരുന്നില്ല. സാധാരണ പൗരന്മാർ പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിൽ ആകൃഷ്ടരായി. ഇതാണ് രണ്ട് കാരണങ്ങൾ. ഇനി മൂന്നാമത്തെ കാരണം ദേശീയതയുടെ വളർച്ചയാണ്. ദേശീയതയുടെ വളർച്ച എന്ന് എഴുതി നമ്മൾ സൈഡ് ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് താഴെ എഴുതുക, സോവിയറ്റ് യൂണിയനിലെ വിവിധ റിപ്പബ്ലിക്കുകൾക്കിടയിൽ റഷ്യക്കായിരുന്നു ഭരണത്തിൽ മേൽക്കോയ്മ. സോവിയറ്റ് യൂണിയനിലെ വിവിധ റിപ്പബ്ലിക്കുകൾക്കിടയിൽ റഷ്യക്കായിരുന്നു ഭരണത്തിൽ മേൽക്കോയ്മ. ഇത് മറ്റ് റിപ്പബ്ലിക്കുകളിൽ അതൃപ്തി ഉണ്ടാക്കുകയും ദേശീയ ബോധവും സ്വയംഭരണത്തിനുള്ള ആഗ്രഹവും വളർത്തുന്നതിന് കാരണമാവുകയും ചെയ്തു. റിപ്പബ്ലിക്കുകളിൽ വളർന്നു വന്ന തീവ്ര ദേശീയ ബോധം ഈ വൻ ശക്തിയുടെ പതനത്തിന് കാരണമായി. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ദേശീയതയുടെ വളർച്ച ഉണ്ടായി വന്നു. അതായത് ഇവിടെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് വിവിധ റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്നതാണ്. ആ റിപ്പബ്ലിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഭരണമേൽക്കോയ്മ ഉണ്ടായിരുന്നത് റഷ്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിനായിരുന്നു. ഇത് മറ്റ് റിപ്പബ്ലിക്കുകൾക്കിടയിൽ എന്തുണ്ടാക്കി? അതൃപ്തി ഉണ്ടാക്കുകയും ദേശീയ ബോധവും സ്വയംഭരണത്തിനുള്ള ആഗ്രഹവും അവരിൽ വളർത്തുകയും ചെയ്തു. റിപ്പബ്ലിക്കുകളിൽ വളർന്നു വന്ന തീവ്ര ദേശീയ ബോധം ഈ വൻ ശക്തിയുടെ, അതായത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിലേക്ക് നയിച്ചു എന്നാണ്. നാലാമത്തെയും അവസാനത്തെയുമായ പ്രധാനപ്പെട്ട കാരണം ഗോർബച്ചേവും പരിഷ്കാരങ്ങളുമാണ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഗോർബച്ചേവ് തകർച്ചയിൽ നിന്ന് സോവിയറ്റ് യൂണിയനെ കരകയറ്റുന്നതിനായി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ ഭരണാധികാരി ആരെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഗോർബച്ചേവാണ്. ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനെ കരകയറ്റുന്നതിന് വേണ്ടി ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഇത് പ്രതീക്ഷിക്കാത്ത വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ഗ്ലാസ്നോസ്റ്റ്, അതായത് തുറന്ന സമീപനം, പെരിസ്ട്രോയിക്ക, അതായത് പുനർനിർമ്മാണം തുടങ്ങിയ നവീന പദ്ധതികളിലൂടെ വിദേശ രാജ്യങ്ങളിലെ പുത്തൻ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങൾ സോവിയറ്റ് യൂണിയനോട് അല്ലെങ്കിൽ സോവിയറ്റ് സംവിധാനത്തിനോട് കടുത്ത എതിർപ്പുള്ളവരായി മാറിയെന്നാണ്. അപ്പോൾ ഗോർബച്ചേവ് നടപ്പിലാക്കിയ ആ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പ്രതീക്ഷിക്കാത്ത ഒരു വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. തുറന്ന സമീപനം, അതുപോലെ തന്നെ പെരിസ്ട്രോയിക്ക അഥവാ പുനർനിർമ്മാണം തുടങ്ങിയ നവീന പദ്ധതികളിലൂടെ വിദേശ രാജ്യങ്ങളിലെ പുത്തൻ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കിയ ജനങ്ങൾ സോവിയറ്റ് സംവിധാനത്തിനോട് കടുത്ത എതിർപ്പുള്ളവരായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. 4 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. 4 പോയിന്റ് ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തൊരു സൈഡ് ഹെഡിങ് കൊടുക്കുക. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ. ശിഥിലീകരണം ഉണ്ടായപ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്നുള്ളതാണ്. 1991 ഡിസംബർ 25 ഗോർബച്ചേവ് രാജിവെക്കുകയും സോവിയറ്റ് യൂണിയൻ നാമാവശേഷമാവുകയും ചെയ്തു എന്നാണ്. ഓക്കെ, 1991 ആണ് ഡിസംബർ 25 ഗോർബച്ചേവ് രാജിവെക്കുന്നത്. രാജ്യത്ത് നിന്ന്, അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാജിവെക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ അതോടുകൂടി ഇല്ലാതാവുകയാണ്. തൽഫലമായിട്ട് അവിടെ എന്തുണ്ടായി? ശീത സമരത്തിന്റെ അന്ത്യമുണ്ടായി. അതാണ് ശിഥിലീകരണത്തിന്റെ, അതായത് ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശീത സമരത്തിന്റെ അന്ത്യമാണ്. രണ്ടാമത്തേത് ശാക്തീയ ബന്ധങ്ങളിലുണ്ടായ മാറ്റം, അതായത് അമേരിക്ക ലോകത്തിലെ ഏക മേധാവിത്വ ശക്തിയായി മാറുകയാണ് ചെയ്തത്. ശാക്തീയ ബന്ധങ്ങളിലുണ്ടായ മാറ്റമാണ്. അതിനു മുമ്പ് നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു മേൽക്കൈ എങ്കിൽ അവിടെ ഇവരുടെ പതനത്തോടുകൂടി അടുത്ത ഒരു ഉദയം, രാജ്യത്തിൻ്റെ ഒരു ഉദയം അവിടെ ഉണ്ടായി. അത് അമേരിക്കയാണ്. അമേരിക്ക ലോകത്തിലെ ഏക മേധാവിത്വ ശക്തിയായി മാറുകയാണ് ചെയ്തത്. അതുപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ്,
പുതിയ രാജ്യങ്ങളുടെ ആവിർഭാവമുണ്ടായി. അതായത് സോവിയറ്റ് യൂണിയൻ 15 പുതിയ രാജ്യങ്ങളായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തോടുകൂടി സോവിയറ്റ് യൂണിയൻ 15 പുതിയ രാജ്യങ്ങളായി മാറുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മേധാവിത്വമുള്ള രാജ്യമായിട്ട് അമേരിക്ക ശക്തി പ്രാപിക്കുന്നു. അതുപോലെ തന്നെ ശീതസമരത്തിൻ്റെ അന്ത്യം അവിടെ ഉണ്ടാവുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് 8 മാർക്ക് ഷുവറായിട്ടും നേടാം. 8ൽ 8ഉം കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ നിർബന്ധമായിട്ടും ചോദിക്കും. എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. അതുപോലെ തന്നെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത 2 എസ്സേ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.